കറണ്ട് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കുന്നങ്കായത്തോട്ടം നനയ്ക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ 10 ലിറ്ററിൻ്റെ കന്നാസുകൾ വാങ്ങിയിട്ട് അതിൽ വെള്ളം നിറച്ച് നമ്മുടെ കാറിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ തോട്ടം ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതേ കൊച്ചു എൻ്റെ കൂടെ നനയ്ക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. തോട്ടം വീടിൻ്റെ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ട്രിപ്പ് അടിച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളം കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെക്നിക്കൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അതിൽ കാണിക്കാം കേട്ടോ. കൊണ്ടുവരുന്നതേ 25 കന്നാസാട്ടോ. ഇത് 10 ലിറ്ററിൻ്റെ കന്നാസാണേ. 10 ലിറ്ററിൻ്റെ 25 കന്നാസാണ് ഒറ്റ തവണ കാറിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത് 500ൻ്റെ ടാങ്കാണ്. അപ്പം അങ്ങനെ 2 തവണ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 50 കന്നാസായിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ടാങ്ക് നിറയുക. അതും നമുക്ക് അറിയാമല്ലോ, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വേനലായി, അപ്പം നല്ല വെള്ളം വേണം. ഏറെക്കുറെ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 വാഴ, അതിൽ കൂടുതൽ കിട്ടത്തില്ല, അത്ര തന്നെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് ആക്ച്വലി കറണ്ട് കിട്ടാനൊരു ഡിലേ ആയി. കറണ്ടിൻ്റെ ഒരു അപ്ലൈയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്, പക്ഷേ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയും എനിക്ക് തോന്നുന്നു ഒരാഴ്ചേൻ്റെ മുകളിലുണ്ട്. അത്രയും കൂടിയൊക്കെ നമ്മളിങ്ങനെ തള്ളി നീക്കണം. എന്നാണെന്നറിയില്ല, കറണ്ട് കിട്ടുന്നവരെ നമുക്കിപ്പോൾ ഇത് മാത്രമേ നമ്മുടെ മുന്നിൽ ഓപ്ഷനുള്ളൂ. കാരണം നമുക്ക് കുന്നങ്കായനെ വാഴേനെ നമുക്ക് ഇതുപോലെ തന്നെ നിർത്തണമല്ലോ, സ്ട്രോങ് ആയിട്ട് കിട്ടണ്ടേ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് ടെക്നിക്കുകൾ കൂടി പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കേ 150 വാഴയുടെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നനയ്ക്കാൻ പറ്റുന്നത് ഒരു 20 വാഴയുടെ ചോടയാണ്. അപ്പോൾ നമ്മൾ എത്ര ട്രിപ്പ് വരണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ നല്ലൊരു ഹെവി ടാസ്ക് തന്നെയാണ്, പക്ഷേ കറണ്ട് പെട്ടെന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ സിലിക്കയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നനച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഇട്ടതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു പരീക്ഷണാർത്ഥമാണ്. അപ്പോൾ ഇത് സക്സസ് ആവുമോ എന്നുള്ളത് അറിയത്തില്ല. 30 ദിവസത്തോളം ഇപ്പോൾ നമ്മൾ നനച്ചതിന് ശേഷം ഈ നാച്ചുറൽ സിലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 30 ദിവസം ഈ ഒരു മണ്ണിൻ്റെ ഈർപ്പം അവിടെ തന്നെ നിലനിർത്താൻ ഈ ഒരു വസ്തുവിന് സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കോട്ടയത്ത് നിന്ന് വരുത്തിയതാണ്. കാരണം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ്. കറണ്ട് കിട്ടാത്തതുകൊണ്ട് കറണ്ട് നമ്മളെ ചതിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മണ്ണിൽ നമ്മുടെ വാഴയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള നനവ് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥം നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് വരുത്തി ഇന്നലെ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള അറിയില്ല. അവർ പറഞ്ഞത് ഓൾമോസ്റ്റ് 30 ദിവസത്തോളം ഇതിനെ ഈർപ്പം പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ടെന്നാണ്. നമുക്ക് നോക്കാം.